ഇല പോലുള്ളോരൻ ഹൃദയത്തിൽ നീ വരുമോ സ്നേഹത്തിൻ നിറവേ, ഉടച്ചുരുക്കി മാംസളമാക്കാൻ ഉടയവനെ നീ വരുമോ, ഒരു പുതു ഹൃദയം നീ തരുമോ. കർത്താവിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 78 സങ്കീർത്തനം അതിൻ്റെ 39 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. അവർ ജഡമത്രയെന്നും മടങ്ങി വരാതെ കടന്നു പോകുന്ന കാറ്റെന്നും അവൻ ഓർത്തു. മരുഭൂമിയിൽ അവർ എത്ര പ്രാവശ്യം അവനോട് മത്സരിച്ചു, ശൂന്യപ്രദേശത്ത് എത്ര പ്രാവശ്യം അവനെ ദുഃഖിപ്പിച്ചു. അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ ദൂഷിപ്പിച്ചു. മിസ്രൈമിൽ അടയാളങ്ങളെയും സോവാൻ മലയിൽ അത്ഭുതങ്ങളെയും ചെയ്ത അവന്റെ കൈ, അവൻ ശത്രുവിൻ വശത്ത് നിന്ന് അവരെ വിടുവിച്ച ദിവസവും അവർ ഓർത്തില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരുവചനം നമ്മളിന്ന് കേൾക്കുമ്പോൾ ഈ 78 സങ്കീർത്തനം ഒത്തിരി മനോഹരമായ ദൂത് തന്നെയാണ്. ദൈവം ഒത്തിരി നന്മകൾ കൊണ്ട് നമ്മളെ നിറയ്ക്കുമ്പോഴും നമ്മളൊക്കെ എവിടെയാണ് ദൈവമക്കളെ? ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഇത് വചനം ഓർത്താൽ അവർ ജഡമത്രയെന്നും മടങ്ങി വരാതെ കടന്നു വന്ന കാറ്റെന്നും അവൻ ഓർത്തെന്ന വചനം. ഒന്നും മടങ്ങി വരാനായിട്ട് മനസ്സില്ലാതെ നിൽക്കുന്നു. ആരോടാണ് ഈ മത്സരം? ഇന്ന് വചനം കേട്ട പ്രിയപ്പെട്ടവര് എല്ലാവരോടും ചോദിക്കട്ടെ, ആരോടാണ് ഈ മത്സരം? നമ്മൾ നോർത്തെ മരുഭൂമിയിൽ അവർ എത്ര പ്രാവശ്യം അവനോട് മത്സരിച്ചു, എത്ര പ്രാവശ്യം ദൈവം നടത്തിയ വഴികളെയൊക്കെ നോർത്ത് വളരെ മനോഹരമായ സാക്ഷിയൊക്കെ പറയും. പക്ഷെ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവനാമത്തെ ദൂഷിക്കും, പഴിക്കും. ദൈവഭയം വേണ്ടേ? ദൈവത്തിന്റെ ശ്രദ്ധയിൽ ഭയമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ദൈവമക്കളെ, ഇത്ര വലിയ ദൈവത്തെ എങ്ങനെ മറക്കാൻ പറ്റും? നടത്തിയ വിധങ്ങളൊക്കെ ഒന്ന് ഓർക്കാൻ ഇടയാകട്ടെ. അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ മൂഷിപ്പിച്ചെന്ന വചനം. മിസ്രൈമിൽ അടയാളങ്ങളെയും സോവാൻ വലയിൽ അത്ഭുതങ്ങളെയും ചെയ്ത അവന്റെ കൈയും, അവൻ ശത്രുവിൻ വശത്ത് നിന്ന് അവരെ വിടുവിച്ച ദിവസവും അവർ ഓർത്തില്ല. എടുത്തു പറയാൻ ഇനി എന്താ ദൈവമക്കളെ? നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിയാൽ കർത്താവ് തന്ന ഉപകാരമല്ലാതെ നമുക്കൊന്നുമില്ല. എത്ര അത്ഭുതമായിട്ടാണ് നമ്മൾ നടത്തിയത്. ഇപ്പം തീർന്നു പോകുന്ന നമ്മളൊക്കെ ഓർത്തിട്ട് ഇന്നും ജീവിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ കരുണയിൽ. സാക്ഷിയൊക്കെ പറഞ്ഞിട്ടില്ലേ? ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടില്ലേ? ഇനി എന്തിനാണ്, ആർക്ക് വേണ്ടിയാണ് ദൈവമക്കളെ വിട്ടകന്ന് നിൽക്കുന്നത്? ആർക്ക് വേണ്ടി വിട്ടകന്ന് നിൽക്കുന്നു? ഏത് പ്രശ്നം വന്നാലും, പ്രതികൂല സാഹചര്യങ്ങൾ എന്ത് വന്നാലും ആരാധന മുടക്കരുത് ദൈവമക്കളെ. ആരാധന ഈശോയ്ക്ക് മാത്ര. സ്തോത്രം. ആരാധിക്കേണ്ട മക്കളെ, ദൈവത്തെ സ്തുതിക്കേണ്ടവരെ ആർക്ക് വേണ്ടിയാ ഈ കൂട്ടായ്മയൊക്കെ നിർത്തിയിരിക്കുന്നത്? ഇത്രമാത്രം ദൈവത്തോട് മത്സരിക്കാൻ നമ്മൾ ആരാ? ദൈവഭയമുണ്ടെങ്കിൽ ഇന്ന് മുതൽ നഷ്ടപ്പെട്ട താലന്ത് തിരികെ എടുക്കണം. അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം, ആരാധന കൂടണം, അഭിഷേകം പ്രാപിക്കണം, ദൈവാലയത്തിൽ നല്ലൊരു സാക്ഷിയെ നിൽക്കണം. ജയിക്കുന്നവനെ ആലയത്തിലെ നടുതൂണായിട്ട് നിർത്തുന്ന ദൈവമാണ്. ജയിക്കണം പ്രിയപ്പെട്ടവരെ, ഏത് പോരാട്ടത്തെയും ജയിക്കണം. ജയിക്കാനുള്ള കൃപയും കൃപാവരങ്ങളും ദൈവത്തിൻ്റെ പക്കലേ ഉള്ളൂ. തളർന്നു പോകുമ്പോഴും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറയാൻ ഈ കർത്താവിനല്ലാതെ ആർക്കാ സാധിക്കുന്നത്? നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ കഷ്ടങ്ങൾ പലതും വരുമ്പോഴും ഏതെല്ലാം വിധത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങളൊക്കെ കടന്നു വന്ന് ഒന്നുമില്ലാത്തൊരവസ്ഥ, ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോഴും അപ്പോഴും ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറയാൻ യേശു കർത്താവല്ല ആധാരമുണ്ട്. ഈ ദൈവകൃപ അറിഞ്ഞ് പ്രിയപ്പെട്ട ദൈവമക്കളെ, മടങ്ങി വരേണ്ടവരെ എത്രയും പെട്ടെന്ന് മടങ്ങി വന്നാൽ സ്വർഗം സന്തോഷിക്കും. ദൈവമക്കളെ, സ്വർഗം സന്തോഷിക്കും. അനുദപിക്കുന്നവർക്ക് ദൈവരാജ്യം കർത്താവ് ഒരുക്കിയിരിക്കുക. 1-ാം സ്ഥാനത്തിരുത്തുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ 1-ാം സ്ഥാനത്തിരിക്കുന്ന ആരാധ നമ്മളെ യേശു കർത്താവ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അംഗക്കാരും ദേശീയമാരും. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടന്നിരിക്കുന്ന വചനം. അനുദപിക്കുന്നൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് വാഴ്ത്തി സ്തുതിക്കാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, നഷ്ടപ്പെട്ട താലന്തുകൾ തിരിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്ന മക്കളെ ദൈവം ഒരുക്കണമേ. ആരാധന കർത്താവെ മുടക്കിയ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
ദൈവത്തോടാണ് മത്സരിച്ചെന്നുള്ളത് നിന്റെ മക്കൾ മറന്നുപോയല്ലോ കർത്താവേ. യേശുവേ, ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ തിരുസന്നിലേക്ക് മടങ്ങി വരുന്ന മനസ്സോടുകൂടി ഇരട്ടി പങ്ക് കൃപയോടെ കർത്താവിനെ ആരാധിക്കുന്ന മക്കളായി തീരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വരെയും പോറ്റി പുലർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വം പുകഴ്ച അങ്ങ് എടുക്കണേ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.